മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് പതിവ് പോലെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. Morning Priya, morning viewers. പ്രദീപ് സാർ, കഴിഞ്ഞ സെഷനിൽ US വിപണിയെ സംബന്ധിച്ച് ഡൗ ജോൺസ് ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ പോലും S&P 500 അതോടൊപ്പം തന്നെ നാസ്ഡാക്ക് സൂചികയും ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൗ ജോൺസിനെ സംബന്ധിച്ച് ചൊവ്വാഴ്ചത്തെ സെഷനിലും ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ S&P 500 നാസ്ഡാക്കും കനത്ത ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ടെക് ഓഹരികളും അതുപോലെ തന്നെ ചിപ്പ് ഓഹരികളെല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഈ സൂചികകൾ കാര്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ അഗൈൻ ഇന്നലെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. അതിനുശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് ആയിരുന്നു. ആൻഡ് ഇതിന്റെ ഒരു മെയിൻ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ NVDA സ്റ്റോക്സിലെ കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് NVIDIAയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. സോ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ വീണ്ടും നമുക്ക് കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിലും ടെക്നോളജി സ്റ്റോക്സിലും അറ്റ് ദ മൊമെന്റ് നമുക്ക് കാര്യമായിട്ട് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വീണ്ടും റെക്കോർഡ് ഹൈ ലെവൽസിലായിരുന്നു നമുക്ക് ഒരു ക്ലോസ് നൽകിയത്. ആൻഡ് കഴിഞ്ഞ 6 സെഷന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഓരോ ദിവസവും നമുക്ക് കനത്ത ബയ്യിങ് ഇൻട്രസ്റ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഏപ്രിൽ ടു ജൂൺ ആ ഒരു ടൈം പീരീഡ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ആയിരുന്നു ഔട്ട് പെർഫോം ചെയ്തത്. ആൻഡ് ഈ ജൂലൈ മാസത്തിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ഇസ് ഔട്ട് പെർഫോമിംഗ് ദ നാസ്ഡാക്ക് ഇൻഡെക്സ്. സോ നമ്മൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്സ് കൈവശമുണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അവിടെ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് അതിൽ ഐ ഡോണ്ട് തിങ്ക് അതിൽ ട്രെൻഡ് ചേഞ്ച് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രൂഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ക്രൂഡിൽ രേഖപ്പെടുത്തുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് ബാരലിന് $85 എന്നുള്ളൊരു ലെവലും മറികടന്ന് മുന്നേറാൻ വേണ്ടിയിട്ട് ബ്രെൻഡ് ക്രൂഡിനെ സാധിക്കുന്നുണ്ട്. നിലവിൽ 0.44% ഒരു മുന്നേറ്റത്തിൽ ബാരലിന് 85.46 എന്നൊരു റേഞ്ചിൽ തന്നെയാണ് ബ്രെൻഡ് ക്രൂഡ് ട്രേഡിംഗ് നടത്തുന്നത്. WTI ആണെങ്കിലും ബാരലിന് $83 എന്നുള്ള ലെവലിന് മുകളിൽ തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുകയായിരുന്നു. ആൻഡ് യെസ്റ്റർഡേസ് ക്ലോസിനെ തുടർന്ന് നമുക്ക് ആ ഒരു കറക്ഷൻ ഫേസ് അവസാനിച്ചു എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. WTI ക്രൂഡിന്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇന്നൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. $83.25 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ $79.50 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന $85. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $87.50 അടുത്ത റെസിസ്റ്റൻസ്. ഗോൾഡിനെ സംബന്ധിച്ചും ഒരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നോക്കുകയാണെങ്കിലും ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റോട് കൂടി തന്നെയാണ് ഗോൾഡ് ട്രേഡിംഗ് നടത്തുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രായ് ഔൺസിന് 2467.92 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 0.5% മുന്നേറ്റം ഗോൾഡിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഗോൾഡ് അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലായ $2,460 വരെ എത്തിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ടു പ്രൊട്ടക്ട് ദ പ്രോഫിറ്റ്. അറൌണ്ട് $2,450 നമ്മൾ സ്റ്റോപ്പ്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,600 എന്നൊരു ലെവലിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 27 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിൽ 24,613 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 24,650 മറികടന്ന് 24,661.25 എന്നൊരു ഹൈയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും ഇന്നത്തെ വിപണിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
നമ്മളെ നിഫ്റ്റി 50 മിഞ്ഞാന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുമ്പോഴേക്കും അതിന്റെ ഒരു ഹൈ നമുക്ക് കാണാൻ സാധിക്കുക 24,661 പോയിന്റിലായിരുന്നു. ഞാൻ കുറച്ച് സെഷൻസിന് മുൻപ് സൂചിപ്പിച്ച ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 24,700 പോയിന്റ് ആയിരുന്നു. നമ്മളിപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. മൈ എക്സ്പെക്ടേഷൻ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 24,100 പോയിന്റ് ആയിരിക്കണം. 24,100 പോയിന്റ് സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡിന് ഒരു കേടും സംഭവിക്കത്തില്ല. ആൻഡ് ഈ ഒരു 24,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 24,900. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,200 പോയിന്റിലായിരിക്കും. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിൽ നോക്കുമ്പോൾ 60 പോയിന്റോളം ഇടിവിൽ 52,396.8 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞുള്ള ഒരു സെഷനിൽ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. 52,331 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ICICI ബാങ്ക് അടക്കമുള്ള ഓഹരികളൊരു മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിലും കൊട്ടക് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലുള്ള ഓഹരികളെല്ലാം തന്നെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ 10-15 സെഷൻസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും നിഫ്റ്റി 50 ഇൻഡെക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം HDFC ബാങ്കിൽ നേരിട്ട കനത്ത സെല്ലിംഗ്. Now, as far as I am concerned, HDFC ബാങ്കിന്റെ ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് HDFC ബാങ്കിലായിരിക്കണം നമ്മൾ ഈ വരുന്ന സെഷൻസിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത്. HDFC ബാങ്കിന്റെ കേസിൽ 1,640 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 40 മുതൽ 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 52,800 പോയിന്റ്സ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ there's a high chance that നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വീണ്ടും നമ്മളൊരു പുതിയ ഓൾ ടൈം ഹൈ കാണും. യെസ്, അതോടൊപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ നമ്പേഴ്സൊക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നില്ല റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ നെറ്റ് പ്രോഫിറ്റിലൊരു 25% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1,186 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ നോക്കുമ്പോഴും ഒരു നേരിയ ഡിക്ലൈൻ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 2% ഇടിവ് വരുമാനത്തിൽ രേഖപ്പെടുത്തി. മാർജിനിലും ഒരു 420 ബേസിസ് പോയിന്റോളം നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിഡയും 20% കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ റിലീസ് ചെയ്യാൻ സാധിച്ചത്. ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ഈ ഒരു റിസൾട്ടിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? അതോടൊപ്പം തന്നെ ഏഷ്യൻ പെയിൻസിൽ നിലവിലെ ഈ ഒരു സ്ഥിതിയിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഏഷ്യൻ പെയിൻസിന്റെ റിസൾട്ട് നാച്ചുറലി വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ബട്ട് നമ്മൾ ഏഷ്യൻ പെയിൻസിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ആക്ച്വലി 2024 തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ കനത്ത ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. സോ ഓൾമോസ്റ്റ് 2.5 months ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഈ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഐ തിങ്ക് ദ മാർക്കറ്റ് കൈൻഡ് ഓഫ് ഡിസ്കൗണ്ട് ചെയ്തു കഴിഞ്ഞു ഈ ഒരു ബാഡ് ന്യൂസ്. എങ്കിലും നമുക്കൊരു ലോ റിസ്ക് ആയിട്ടൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ദാറ്റ് ദ വേർസ്റ്റ് ഇസ് ഓവർ ആസ് ഫാർ എസ് ഷെയർ മാർക്കറ്റ് ഇസ് കൺസേൺ. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 3,020 മുതൽ 3,040 രൂപയുടെ റെസിസ്റ്റൻസ് ലെവല്. ആ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഏഷ്യൻ പെയിൻസിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ then it is a fantastic low risk buying opportunity. At the same time നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,870 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നലെ ഏഷ്യൻ പെയിൻസിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് വായിക്കാൻ ഇടയായിരുന്നു. സോ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വീണ്ടും തുടരുകയാണെങ്കിൽ അവരുടെ സെല്ലിംഗ് പ്രൈസസ് വർദ്ധിപ്പിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ ഏഷ്യൻ പെയിൻസിന്റെ റിസൾട്ട് മോശമാകാൻ ഒരു റീസൺ നാച്ചുറലി ഇസ് റോ മെറ്റീരിയൽ കോസ്റ്റിനുള്ള ഇൻക്രീസ് ഇൻ പ്രൈസസ്.
സോ ആ ഒരു പ്രൈസ് ഹൈക്ക് അവർ സെല്ലിംഗ് പ്രൈസസിൽ വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് അവർക്ക് തീർച്ചയായിട്ടും നാരോ ഡൗൺ ചെയ്യാൻ സാധിക്കും. യെസ്, അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും LTI Mindtree ആണ് റിസൾട്ട് റിലീസ് ചെയ്ത മറ്റൊരു കമ്പനിയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിലൊരു 3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1135 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിലും ഒരു 3% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 9142 കോടി രൂപയായിട്ട് വരുമാനം ഉയർന്നിട്ടുണ്ട്. EBIT നോക്കുകയാണെങ്കിലും 4.8% വർധനവ്, അതായത് ഒരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് ഈ നമ്പേഴ്സിലൊക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. എബിഡ മാർജിൻ പരിശോധിക്കുമ്പോഴും 15% ഒരു മാർജിനൽ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് LTI Mindtreeക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ LTI Mindtree ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 2% ഒരു മുന്നേറ്റത്തിൽ 5574 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. LTI Mindtreeയിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? സോ LTI Mindtree അഗെയിൻ കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല IT സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു മാസത്തെ നേട്ടത്തിനെ തുടർന്ന് ദ ലോങ് ടേം ട്രെൻഡ് LTI Mindtree വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 2 മേജർ സപ്പോർട്ട് ഏരിയാസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 5390 രൂപ ആൻഡ് രണ്ടാമത്തെ 5290 രൂപ. 5290 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് പൊസിഷൻസ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം പുതിയൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 5690 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. യെസ്, ഏതായാലും നമുക്ക് പ്രേക്ഷകരെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ജോർജ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് RVNL-മായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. സോ RVNL-ന്റെ കേസിൽ കഴിഞ്ഞ 2-3 സെഷൻസിൽ അതൊരു റെക്കോർഡ് നേട്ടമായിട്ട് നമുക്ക് നൽകിയത്. ബട്ട് അതിനുശേഷം കഴിഞ്ഞ 2 സെഷൻസിൽ വി സോ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 560 മുതൽ 590 രൂപ വരെ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇന്നിപ്പോൾ ട്രേഡിംഗ് സെല്ലിംഗ് പ്രഷർ കറക്ഷൻ അവസാനിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ 634 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. സോ കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ കറക്ഷൻ അവസാനിക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. 2745 രൂപയിലായിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക് ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് ഗാർഡൻ റീച്ച് എല്ലാ സ്റ്റോക്സിലും അതിൻ്റെ ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇന്നലെ വളരെ ഇൻട്രസ്റ്റിംഗ് വാർത്ത വായിക്കാനിടയായി. In the case of all these shipping companies, Government of India അതിൻ്റെ PIL ലിസ്റ്റിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. PIL എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻഡിജിനൈസേഷൻ ലിസ്റ്റ് എന്ന് പറയപ്പെടും. സോ ഡിഫൻസിന് വേണ്ടി വീണ്ടും ഇൻഡിജിനൈസേഷന് വേണ്ടി ഈ സ്റ്റോക്കിലൊക്കെ കൂടുതൽ ഓർഡേഴ്സ് ലഭിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. ബിക്കോസ് ഈ കറക്ഷൻ്റെ സമയത്ത് നമുക്ക് ഒരുപക്ഷെ ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2665 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമുക്കൊരു ട്രിഗർ ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിങ്ങിൽ 2850 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2.5% ഒരു ഇടിവിൽ 2224 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഏഞ്ചൽ വണ്ണിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2090 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ നോവ അഗ്രിടെക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.15% ഒരു നേട്ടത്തിൽ 67 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്.
സോ നോവ അഗ്രിടെക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഇല്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 65 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 69 രൂപ 25 പൈസയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് യൂണിയൻ ബാങ്കിന്റെ വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 0.52% നേട്ടത്തിൽ 139 രൂപ 91 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി യൂണിയൻ ബാങ്ക് മറ്റ് PSU ബാങ്ക്സിനെയും ബാങ്കിങ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്ക് 145 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 269 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ജൂൺ 4 ശേഷം നമ്മൾ കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടില്ല. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 260 രൂപയിൽ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ നാറ്റ്കോ ഫാർമയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 5% മുന്നേറ്റത്തിൽ 1279 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Natco Pharma undertone is very very bullish. In fact, കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യുന്ന 1340, അതിനെ തുടർന്ന് 1360, 1380. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ജയപ്രകാശ് അസോസിയേറ്റ്സ് ലിമിറ്റഡിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 4% നേട്ടത്തിൽ 7 രൂപ 25 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജയപ്രകാശ് അസോസിയേറ്റ്സിന് ഒത്തിരി ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ്. സ്റ്റോക്കിൽ ഹൈ റിസ്ക് ഫൈനാൻഷ്യൽസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ലോങ് പൊസിഷനും എടുക്കാൻ സാധിക്കത്തില്ല. ഇത്തരം സ്റ്റോക്സിലെ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അദാനി പോർട്സിലുള്ള ഒരു വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 0.26% നേട്ടത്തിൽ 1498 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അണ്ടർടോൺ ആൻഡ് അഡാനി പോർട്ട് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 1410 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയൊരു ബൈയിങ് ട്രിഗർ ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ 1530 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. ആ ഒരു ട്രിഗർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ HFCL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 120 രൂപയിലാണ് ക്ലോസ് ചെയ്ത് 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. സോ HFCL കഴിഞ്ഞ 6 സെഷൻസ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് വളരെ ക്ലോസ് വാച്ചിൽ പെടുത്താവുന്ന ഒരു സ്റ്റോക്ക് ഇത്. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 125 രൂപ. ആ ഒരു ട്രിഗർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 130, അതിനെ തുടർന്ന് 136 രൂപയിലും ആയിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 115 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ ഗാർഡൻ റീച്ചിലുള്ള ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ചോദിച്ചിട്ടുണ്ട്. വേറൊരു പ്രേക്ഷകൻ ഡിഫൻസ് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സിലുള്ള ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകളുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ. എന്തെന്നാൽ ഈ സ്റ്റോക്ക് അടുത്ത 2 സെഷൻസിൽ ഒരു 300 രൂപ വരെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 343 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 സെഷൻസ് ആയിട്ട് ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല.
നേരത്തെ ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസ് പറഞ്ഞതുപോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിലും സെയിം സിറ്റുവേഷൻ. ഒരു അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. കഴിഞ്ഞ 7 സെഷൻസ് ആയിട്ട് ഈ സ്റ്റോക്കിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2390 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ ബുള്ളിഷ് ട്രിഗർ 2610 രൂപ. ആ ഒരു ട്രിഗർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. പ്രിയ എൻ്റെ അടുക്ക ഇപ്പോൾ ഡിഫൻസ് സ്റ്റോക്സിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് എൻ്റെ ശ്രദ്ധയിലോട്ട് കഴിഞ്ഞ ദിവസം വന്ന 2 ഡിഫൻസ് സ്റ്റോക്സ്. ഒന്ന് വന്നിട്ട് ഭാരത് ഫോർജ്. സോ ഭാരത് ഫോർജ് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നല്ലൊരു കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 2 സെഷന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1670 മുതൽ 1680. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1597 രൂപ. ആൻഡ് മറ്റൊരു ഡിഫൻസ് സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നത് ആസ്ട്ര മൈക്രോവേവ്. ആസ്ട്ര മൈക്രോവേവിന്റെ കേസിലും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമുക്കൊരു നല്ല കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 945. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ 80 മുതൽ 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 875 റുപ്പീസിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് ലോസ്. ഒരു പ്രേക്ഷകൻ യെസ് ബാങ്കിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.72% ഒരു ഇടിവിൽ 26 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ യെസ് ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കൺസോൾട്ടേഷൻ മോഡിൽ നിന്ന് ബുള്ളിഷ് മോഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഒരു സ്റ്റോപ്പ് ലോസ് 24 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 27 രൂപ 60 പൈസയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസ് ലിമിറ്റഡിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 2% ഇടിവിൽ 155 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി സിയുടെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഷോർട്ട് ടേം ട്രേഡിംഗ് പർപ്പസസിന് വേണ്ടി നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 166 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 171, അതിനെ തുടർന്ന് 180, അതിനെ തുടർന്ന് 188. മറ്റൊരു പ്രേക്ഷകൻ IRFCയിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IRFC കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഇടിവിൽ 212.5 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ RVNLന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ IRFCയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 സെഷൻസിലും നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ കാഴ്ചവെച്ചതിന് ശേഷം ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 195 മുതൽ 200 രൂപ വരെ. ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ബട്ട് ഈ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഏതായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇസാഫിലുള്ള വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 51 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ അൺഫോർച്ചുനേറ്റ്ലി ഈസാഫിന്റെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഈസാഫ്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ഒരു ബെയറിഷ് ഫേസിന്റെ അവസാനത്തെ ഘട്ടത്തിലോട്ട് നമ്മൾ നീങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്ക് ശ്രദ്ധിച്ചിരിക്കുക. ജൂൺ 4-ാം തീയതി ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ലോ കാണാൻ സാധിക്കുന്നത്. അത് അന്ന് നമുക്ക് കാണാൻ സാധിച്ച ഓൾ ടൈം ലോയസ്റ്റ് 49 രൂപ. അവിടെ തന്നെ ആയിരിക്കണം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആസ് എ ബുള്ളിഷ് ട്രിഗർ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 53 രൂപ 50 പൈസ. ആ ഒരു ബുള്ളിഷ് ട്രിഗറിന് മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം കിട്ടാൻ ചാൻസസ് ഉണ്ട്. നൗ ഈസാഫിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മേഖലയിൽ നിന്നും ടാറ്റ ടെക്നോളജിയും കൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നു. കാര്യം എന്തെന്നാൽ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റിംഗിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്.
ബട്ട് ഐ തിങ്ക് ഈ ഒരു സ്റ്റോക്കും ഒരു സെല്ലിംഗ് ഫേസിന്റെ അവസാനത്തെ ഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ബുള്ളിഷ് ട്രിഗറായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 1045 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ല നേട്ടം കിട്ടും. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ.